ഡിയർ സ്റ്റുഡൻസ്, നമ്മളൊരു പുതിയൊരു ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ടോപ്പിക്കിൻ്റെ പേര് പ്ലാസ്റ്റിക് എന്നാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അതൊരു മെറ്റീരിയലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് മെറ്റീരിയൽ ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗമാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും എന്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ഗുണങ്ങൾ, അതായത് ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അലോയികളെ കുറിച്ചിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്ലാസ്റ്റിക്കിനുള്ളത്, എന്തൊക്കെ ഗുണങ്ങളാണ് പ്ലാസ്റ്റിക്കിനുള്ളത്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. പ്ലാസ്റ്റിക്. അപ്പോൾ എന്താണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് വായിക്കാം. പ്ലാസ്റ്റിക് ഈസ് എ സിന്തറ്റിക് മെറ്റീരിയൽ മെയ്ഡ് ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് പോളിമേഴ്സ് സച്ചസ് പോളിത്തീൻ, PVC, നൈലോൺ എക്സെട്ര. എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. പ്ലാസ്റ്റിക് എന്താണ്? ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. അത് എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? മെയ്ഡ് ഫ്രം വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് പോളിമേഴ്സ്. ഓർഗാനിക് പോളിമേഴ്സിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ് നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ് എന്ത്? നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് പോളിമേഴ്സിന് എക്സാമ്പിളാണ് പോളിത്തീൻ, അതുപോലെ PVC എന്ന് പറഞ്ഞാൽ പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് PVCയുടെ മുഴുവൻ പേര്. അതുപോലെ പോളിത്തീൻ, PVC, നൈലോൺ തുടങ്ങിയിട്ടുള്ള ഓർഗാനിക് പോളിമേഴ്സിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്ത് പറയും? പ്ലാസ്റ്റിക് എന്നാണ് പറയുക. ഓക്കെ, that can be molded into shape while soft and then set into a rigid or slightly elastic form. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ക്യാൻ ബി മൗൾഡ് ഇൻ ടു എ ഷേപ്പ്. നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോൾഡിൽ ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലേ? അത് സോഫ്റ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ഹാർഡായിരിക്കും. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കപ്പ്, അതുപോലെ ബക്കറ്റ്, ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? ഒരു മോൾഡിൽ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഷേപ്പിലേക്ക്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നത്, അല്ലേ? ചൂടാക്കി ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഏതൊരു ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിനെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പറയുന്നത് സെറ്റ് ഇൻ ടു എ റിജിഡ് ഓർ സ്ലൈറ്റ്ലി ഇലാസ്റ്റിക് ഫോം. എന്താണ്? കുറച്ച് റിജിഡ് ആയിരിക്കും, നല്ല അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടായിരിക്കും, എന്നാൽ ചെറിയൊരു ഇലാസ്റ്റിക് ഫോമിലായിരിക്കും എന്തുണ്ടായിരിക്കുക? നമ്മുടെ പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഓർഗാനിക് പോളിമേഴ്സ് ആയിട്ടുള്ള പോളിത്തീൻ, അതുപോലെ PVC, നൈലോൺ തുടങ്ങിയ മെറ്റീരിയൽസിൽ നിന്നും, ഓർഗാനിക് പോളിമേഴ്സിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ് നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് എന്തിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഒരുപാട് കോമൺ യൂസേജൊക്കെ നമുക്ക് അറിയാം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങളൊക്കെ. അപ്പോൾ എന്താണ്? നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിനെ മോൾഡിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാസ്റ്റിക്. എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, അല്ലേ? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് വളരെ വെയിറ്റ് കൂടിയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. എന്താണ്? ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് എന്താണ്? കുറവാണ്. റെസിസ്റ്റൻസ് കൊറോഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. റെസിസ്റ്റൻസ് കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കുക, അതുപോലെ പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ആ ഒരു മെറ്റീരിയലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കൊറോഷൻ എന്നുള്ളൊരു മീനിങ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിന് യാതൊരുവിധ പ്രശ്നവുമില്ല. നനഞ്ഞു കഴിഞ്ഞാലും ചൂട് കൊണ്ടു കഴിഞ്ഞാലും ഒന്നും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, തുരുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്ലാസ്റ്റിക്കിനെ ഏൽക്കുന്നില്ല. അതെന്താണ്? പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ലോ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി വളരെയധികം കുറവാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കോപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടുതലാണ്, ചെമ്പിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പ്ലാസ്റ്റിക്കിന് എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി വളരെയധികം ലോ ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണ്. അതുപോലെ തന്നെ ക്യാൻ ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപ്പാക്ക്. ഏതൊരു ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക്കിനെ ട്രാൻസ്പെറൻറ്റ് ഏതൊരു ഷേപ്പിലേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ചൂടാക്കി ഉരുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ പല ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിയെടുക്കാൻ സാധിക്കും. ഇലക്ട്രിക്കലി റെസിസ്റ്റൻ്റ് ആണ്, അല്ലേ? നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഒരുപാട് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പർ, അലുമിനിയം, ഇതൊക്കെ എന്താണ്? ഇലക്ട്രിക്കലി റെസിസ്റ്റൻ്റ് അല്ല. നമ്മളത് ഷോക്കൊക്കെ അടിക്കാനുള്ള സാധ്യത ഉണ്ട് ഡയറക്റ്റ് പോയിട്ട് പിടിച്ച് കഴിഞ്ഞാൽ. പക്ഷേ പ്ലാസ്റ്റിക് എന്താണ്? ഇലക്ട്രിക്കലി റെസിസ്റ്റൻ്റ് ആണ്, അല്ലേ? നമുക്കറിയാം പ്ലാസ്റ്റിക് എന്താണ്? ഷോക്കും കാര്യങ്ങളൊന്നും വരില്ല, ഒരു ഇൻസുലേറ്ററാണ് വേണമെങ്കിൽ പറയാം, അല്ലേ? പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഇൻസുലേറ്ററാണ്. ഈസിലി ഫോംഡ്, നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. റീസൈക്കിളബിൾ ആണ്. അത് എല്ലാം അങ്ങനെയല്ല കേട്ടോ, എല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. 2 ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നോർമലി നമ്മളൊരു പറയുമ്പോൾ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിന് അഡ്വാൻറ്റേജ് ആയിട്ട് റീസൈക്കിൾ എന്നുള്ളത് പറയാൻ പറ്റും.
പിന്നെ ലാസ്റ്റ് പോയിന്റ് നമുക്കെല്ലാം അറിയുന്ന ഒരു പോയിന്റാണ്, കംസ് ഇൻ എ റേഞ്ച് ഓഫ് കളേഴ്സ്. ഏത് കളറിൽ വേണമെങ്കിലും അവൈലബിൾ ആണ്, എല്ലാ കളറും. ഇപ്പോൾ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുള്ള കോപ്പർ, അലുമിനിയം, ബ്രോൺസ്, ബ്രാസ്, ഇതിനൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഓരോ നിറങ്ങളുണ്ട് അല്ലേ. അലുമിനിയത്തിൻ്റെതായ നിറമുണ്ട്, കോപ്പറിൻ്റേതായിട്ട് നിറമുണ്ട്, പിന്നെ അതുപോലെ ബ്രാസും ബ്രോൺസിനും ടിങ്കിനും സിങ്കിനും ഒക്കെ എന്തുണ്ട്, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ അതിനുണ്ട്. പക്ഷേ നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ആ ഒരു കളറിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് പറയുന്നതും എന്താണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, ക്യാൻ ബി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപ്പാക്ക് ആണ്, പിന്നെ ഇലക്ട്രിക്കലി റെസിസ്റ്റൻ്റ് ആണ്, ഈസിലി ഫോംഡ് ആൻഡ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പല നിറത്തിലും അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇനിയും വരുന്നുണ്ട്, നമുക്കെന്നെ അറിയാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ യൂസേജ് നമ്മളെ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ ഒരുപാട് മേഖലയിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് മാത്രമല്ല, പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതുപോലെ മെക്കാനിക്കൽ ഇൻഡസ്ട്രി, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സിസ്റ്റംസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് നമ്മളൊന്ന് കണ്ണു പിടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാട് കൂടുതലുള്ള കാരണം കൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്കതിനെ കാണാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അഥവാ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാസ്റ്റിക് എന്താണെന്നുള്ള അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. ആ സിന്തറ്റിക് മെറ്റീരിയൽ നിർമ്മിക്കുന്നത് ഓർഗാനിക് പോളിമറായിട്ടുള്ള പോളിത്തീൻ, അതുപോലെ തന്നെ PVC, നൈലോൺ തുടങ്ങിയ ഓർഗാനിക് പോളിമേഴ്സ് എന്നാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മളിതിന് മുന്നുള്ള കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു.